ഇത് കൊള്ളാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പുക്കുട്ടൻ കിടന്നുറങ്ങുകയാണ്, സ്കൂളിലൊന്നും പോകണ്ട. അപ്പം നമുക്കിതാ ഇപ്പോൾ ഒരു 2 മണിക്കൂറിനുള്ളിൽ 1 മില്യൺ ആവും. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇന്നലെ 1 മില്യൺ ആവേണ്ടതാണ്, പക്ഷെ ഞാൻ വീഡിയോ ഇട്ടില്ല 1 മില്യൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇന്ന് 1 മില്യൺ ആയാൽ മതി ഇതാ. കാരണം ഇന്ന് രവീണയും നിർണും അൻവറും ഒക്കെ വരും. അപ്പം എനിക്ക് എല്ലാവരുടെയും അടുത്ത് വെച്ച് 1 മില്യൺ ആകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പക്ഷെ അത് നടക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇനി എനിക്ക് ഒരു 100-150 പേരൂടെ ഞാൻ കയറിക്കഴിഞ്ഞാൽ 1 മില്യൺ ആവും. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേനാവും എന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ അമ്മയുടെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഫോണിൽ നിന്നും എല്ലാം ഡിലീറ്റ് അൺസബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കയറുകയാണ്. എനിക്കറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ. അവരൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. അപ്പം പിന്നെ ഈ കാലിൽ സോക്സ് ഇടുന്നത് എന്തിനാണ്? കാലിൽ സോക്സ് ഇടുന്നത് ഞാൻ കാലൊട്ടും ശ്രദ്ധിക്കത്തില്ലായിരുന്നു കേട്ടോ, ഒരു ശകലം ശ്രദ്ധിക്കത്തില്ലായിരുന്നു. എക്സ്ട്രീം ഡ്രൈ ആണ് എൻ്റെ കാല്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കാലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ തൊട്ട് ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ കാലിൽ രാത്രി തേച്ചിട്ട് സോക്സ് ഇട്ട് കിടന്നുറങ്ങും. അപ്പം നമ്മുടെ കാല് കുറേ കഴിയുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോക്സ് ഇട്ട് കിടന്നുറങ്ങുന്നത്. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാൻ മോളെ എന്നാണ് ഞാൻ റിപ്ലൈ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുന്നേക്കാം. ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ട കാര്യമില്ലായിരുന്നേ. അതുകൊണ്ട് ഞാനൊരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സാമട്ടിൽ എണീറ്റ് വന്നേക്കുന്നത്. ഞാൻ ടീച്ചറിനോട് മിണ്ടൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് 1 മില്യൺ ആവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ലീവ് എടുക്കാതെ ജോലിക്ക് പോകുന്നതുകൊണ്ട്. പക്ഷേ മാക്സിമം നോക്കി ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പറ്റത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, പിടങ്ങിയൊക്കെ കാണിക്കാം, മിണ്ടാതൊക്കെ ഇരിക്കാം, നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെന്ന്. പക്ഷേ ഒരു കാരണവശാലും ലീവ് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സീച്ചേട്ടന് പോയേ പറ്റത്തുള്ളായിരുന്നു. അപ്പം ഞാൻ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ സീച്ചേട്ടൻ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. പണ്ട് മുഖം ഒരു സോപ്പ് കൊണ്ട് കഴുകിയിരിക്കുന്ന സീച്ചേട്ടൻ ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ പുറത്ത് സൺസ്ക്രീന്, സിറം ഇതൊക്കെ ഇട്ടേ ഫേസ് ഇറങ്ങത്തുള്ളൂ. പക്ഷേ റോഡിലോട്ടാണ് ഇറങ്ങുന്നത്, ഒടുക്കത്തെ വെയിലാണ്. പോട്ടെ, എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഒരുക്കമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തലയിൽ സിറം അല്ല ജെല്ല് തേക്കുകയാണ്. സീച്ചേട്ടൻ്റെ മുടിയില്ലെങ്കിൽ ഒതുങ്ങത്തില്ല. അങ്ങനെ ഏട്ടൻ അങ്ങ് പോയി. ഏട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ദാണ്ട നമ്മുടെ എന്തതിൻ്റെ പേര്, വാക്വം ക്ലീനർ അല്ല, റോബോ ഉണ്ടല്ലോ, അതിട്ടിട്ട് ഇപ്പോൾ പരിക്കകം എല്ലാം അങ്ങ് തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇടുകയാണ്. ഞാൻ മേലൊക്കെ കഴുകി ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയായതുകൊണ്ട് ടി വിയിലും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മേലൊക്കെ കഴുകി ചന്ദനക്കുറിയൊക്കെ ഇട്ടു. അപ്പം ഇനി അവർ കൊല്ലത്തിറങ്ങിയോ? അപ്പോൾ രവീണയും നെറിനും ഒക്കെ കൊല്ലത്തിറങ്ങി. അൻവർ ഉച്ചയാവും കേട്ടോ വരാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് ഇടിയപ്പവും കറിയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കൊല്ലത്തെ കറി എങ്ങനെ ഉണ്ടെന്ന് അവരോട് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പം എനിക്ക് ഇച്ചിരി ഒരു എനർജി ആയി കേട്ടോ. രാവിലെ ഞാൻ ഭയങ്കര ശോകമായിരുന്നു. കാരണം സീച്ചേട്ടനും ജോലിക്ക് പോയി, ആരുമില്ല, ഒരു സുഖം തോന്നിയില്ല കേട്ടോ. ഞാൻ മൊത്തത്തിലൊരു മൂശാട്ട സ്വഭാവത്തിലിരുന്നതാണ്. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവരെ വെയിറ്റ് ചെയ്തിരിക്കാം. അവർ വന്നിട്ടേ 1 മില്യൺ ആവാമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ ഇറങ്ങി. അപ്പം നെറിന് നല്ല തലവേദന. അപ്പം അവക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് അവർ വരും. ചായയൊക്കെ കുടിച്ചിട്ട് വരും. ചായയൊക്കെ കുടിച്ചിട്ടപ്പോൾ അവർ വരും. അപ്പോൾ സീച്ചേട്ടൻ ഇനി ആരും കണ്ടില്ലെന്ന് പറയണ്ട. ഞങ്ങള് ഇതിന് വേണ്ടിട്ട് ഓടി പഠിച്ചാവുന്നത് 1 മില്യൺ
അയ്യടാ ഓക്കെ. ആ 96. അത് സാരമില്ല, അത് നീ ആയിക്കോളും. എന്നെ പരിചയമുള്ള അറിയാവുന്ന എല്ലാം കൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തു. 97. സൂപ്പറായിട്ട് കിടക്കണം കേട്ടോ. അമ്മേനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മ സൂപ്പർ ആയിട്ടുണ്ട്. അമ്മയുടെ ചീക്സ് ഒക്കെ എല്ലാം. നിന്റെ ഐഫോൺ അല്ലയോ? ഐഫോൺ അല്ലേ? ഒന്ന് വീഡിയോ എടുക്കും. ഹലോ, 96. സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട്. ഒന്നും കഴിക്കാൻ ആന്ന് ചെയ്യണെങ്ങനെയാ? യൂട്യൂബ് കുടുംബം കാത്തിരുന്ന സീച്ചേട്ടൻ ഇനി നല്ലൊരു വീഡിയോയില് വന്നേ ഉള്ളൂ. വന്ന് കയറിയതേ ഉള്ളൂ. ഞാൻ ഫുഡ് കൊടുക്കാൻ പോവാ. അപ്പൊ നമ്മള് അങ്ങനെ സീച്ചേട്ടൻ അങ്ങനെ ഫുഡ് കൊടുക്കാം. 1 million സബ്സ്ക്രൈബ്ഡ്. അങ്ങനെ 1 മില്യന്റെ തുള്ളിച്ചാട്ടം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നല്ല അടിപൊളി ഇടിയപ്പവും വെജിറ്റബിൾ കുറുമയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറി കുറച്ചധികമായി പോയി കേട്ടോ. കാരണം അതിൽ ഇങ്ങനെ എടുത്താൽ തൊട്ടാൽ തൂവി പോവും എന്നുള്ള അവസ്ഥയായിരുന്നു. ഓൾറെഡി കുറച്ച് തൂവിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എടി വാ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും ഞാൻ വിളിച്ചവിടെ പിടിച്ചിരുത്തി. നെറിനാണെങ്കിൽ മൂക്കിന് തൊട്ട് താഴെ ഒരു കുരു വന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നപ്പോൾ ഞങ്ങൾ ഇച്ചിരി ചന്ദനം ഇട്ട് കൊടുത്തു. അത് താന്ന് പോകാൻ വേണ്ടിയിട്ട്. വർക്ക് ആവുകയാണെങ്കിൽ വർക്ക് ആവട്ടെ. പിമ്പിൾ പാച്ചസ് ഞാനിവിടെ കണ്ടില്ല കേട്ടോ. ഞാൻ കുറേ തപ്പി. ഞാനത് എവിടെയാണ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചന്ദനം തിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഇടിയപ്പവും കറിയും ഉണ്ടാക്കിയെങ്കിലും ഇവരെന്താ കഴിച്ചതെന്നറിയാമോ? ചോറിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും അച്ചാറും, കണ്ണിമാങ്ങ അച്ചാറും, ഇതെല്ലാം കൂടി ഇട്ടാട്ടോ കഴിച്ചത്. ഇത് കണ്ടപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ മണം ഭയങ്കരമായിട്ട് നമുക്ക് മൂക്കിലോട്ട് അടിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ഇടിയപ്പം കഴിച്ചിട്ട് അമ്മ എന്നാൽ എനിക്കും കുറച്ച് ചോറ് താന്നും പറഞ്ഞ്
അപ്പോഴത്തേന് ഞാനും ചോറിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനും നെറിനും രവീണയും കൂടെ ഇരുന്ന് കഴിച്ചു. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് രവീണ കേട്ടോ, പിന്നെ അത് നെറിന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഞാൻ തിന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ്. നിങ്ങളും കഴിച്ച് നോക്കണം. ചോറിനകത്ത് വെളിച്ചെണ്ണയും ഉപ്പ് ഒഴിച്ചിട്ട് അച്ചാറും കൂട്ടി കഴിക്കണം. സ്വർഗ്ഗമായിരുന്നു, സ്വർഗ്ഗം. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കിളികളും പൂച്ചകളും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇവരുടെ എല്ലാ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്ന് പേടിക്കണ്ട. എൻ്റെ അടുത്താണ് കേട്ടോ ഈ പൂച്ചയെല്ലാം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവരൊട്ടും ഉറങ്ങിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങും, നമുക്ക് ഇന്ന് നമ്മുടെ ഗംഗയുടെ പാലുകാച്ചിൻ്റെ പാർട്ടി ആട്ടോ, അപ്പോൾ അതിന് പോകണം. ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവർ ഉറങ്ങാൻ വേണ്ടി റൂമിലോട്ട് പോയി. ഞാൻ അപ്പുക്കുട്ട ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 3 മണിയായപ്പോഴാട്ടോ എഴുന്നേറ്റത്. ഞാനും അപ്പുക്കുട്ടനും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഏട്ടൻ വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഏട്ടൻ മാത്രമല്ല, അൻവർ വന്നു. അവൻ ബാംഗ്ലൂരായിരുന്നു. അവിടുന്ന് കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് വേറെ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. വീണ്ടും നമ്മൾ ചോറിൻ്റെ അകത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എന്തൊക്കെയോ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ നൊസ്റ്റ് ഓർമ്മകൾ മതിയായതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ കൂട്ടി തന്നെയാണ് കഴിച്ചത്. രവിയുടെ ആദ്യം ഇട്ട ഡ്രസ്സ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അവിടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അവൾ പെട്ടെന്ന് വന്നപ്പോഴത്തേനും അവൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പിന്നെ ഷേപ്പ് കറക്റ്റ് അവളുടെ ഷേപ്പിലെല്ലാം അടിച്ച് അമ്മ കൊടുത്തു. അപ്പോഴത്തേന് അവളത് റെഡിയാക്കാൻ വേണ്ടി അങ്ങ് മുകളിലോട്ട് പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് കുറേ തുണി ഞാൻ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനി അവൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ഇടട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ പറഞ്ഞു വേണ്ട മറ്റേത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അത് അടിക്കാൻ വേണ്ടി അവളും അമ്മയും കൂടെ അത് ആ മുകളിലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒഫീഷ്യൽ മേക്കപ്പ് സ്റ്റൈലിസ്റ്റിനെ വിളിച്ചു കേട്ടോ. അൻവറൊക്കെ നന്നായിട്ട് ഹെയറും ഇതൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണിൻ്റെ മുകളിൽ അതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനാട്ടോ എനിക്ക് ആ കണ്ണും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തന്നത്. ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്, ഓൾറെഡി വെയിൽ പുറത്തുനിന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചെയ്യില്ല. 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 3 മണിയാകുമ്പോഴാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഈ സൈഡിലൊക്കെ വൈകുന്നേരമാണ് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നതും സംഭവങ്ങളും ഒക്കെ നടക്കാറുള്ളത്. അങ്ങനെ അവൻ അതെല്ലാം അടിച്ച് തന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അകത്ത് പോയിരുന്ന് ചെയ്യാം. കാരണം എനിക്ക് മുഖത്തോട്ട് വെയിലടിച്ചിട്ട് വിയർക്കുവാണ്. ഈ അടിക്കുന്നതല്ല, എനിക്കങ്ങ് വിയർത്ത് പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ AC ഇട്ടിട്ട് അവൻ അകത്തിരുന്ന് എനിക്ക് കണ്ണ് ചെയ്ത് തന്നു കേട്ടോ. അപ്പുക്കുട്ടൻ അതിൻ്റെ ഇടയിൽ വന്ന് രവീണ നന്നായിട്ട് പടം വരയ്ക്കുന്ന വീഡിയോസൊക്കെ അവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അവന് രവീണ ഭയങ്കര ഇഷ്ടമാണ്. അവൻ പടം വരച്ച് രവീണെ കൊണ്ട് കാണിക്കും. അതായിരുന്നു അപ്പുക്കുട്ടൻ്റെ ഹോബി അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെന്ന് ലിപ്സ്റ്റിക് കൂടി ഇട്ടു. പിന്നെ മുടി കെട്ടി വെക്കണോ അഴിച്ചു വെക്കണോ എന്നൊരു സംശയമായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു അഴിച്ചിടുന്നത്. അതുകൊണ്ട് ഞാൻ മുടി അങ്ങ് അഴിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 5 മണി ആയപ്പോഴത്തേന് എല്ലാവരും റെഡി ആയിട്ട് ദാണ്ട ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങാൻ നേരത്തെ ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു, നീ ഇട്ടുകൊണ്ട് വന്ന ചെരുപ്പ് നിനക്ക് മാച്ച് ആവുന്നില്ല. അങ്ങനെ എൻ്റെ ഏതാ ചെരുപ്പ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് ഇടാൻ പറഞ്ഞു. അത് കൊള്ളാം. അത് വുഡ്ലാൻഡ് ഇത് കൊള്ളാം. വേണ്ട മോനെ, ഓക്കെ അല്ലേ? ഇപ്പൊ വൃത്തിയായില്ലേ? മറ്റേ അവളുടെ ചെരുപ്പ് കൊള്ളൂല, അതൊരു ഭംഗിയില്ല. മിക്സ് വേണോ? ഞങ്ങൾ കാറിൽ കയറി ഇറങ്ങാൻ ടൈം ആയപ്പോഴത്തേനും അപ്പുക്കുട്ടൻ്റെ മുഖം മാറി കരയാൻ തുടങ്ങി കേട്ടോ, ചിടുങ്ങാൻ തുടങ്ങി. അവന് ഇത്രയും ദൂരം ഉണ്ടായതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം കാറിൻ്റെ അകത്ത് അവൻ കിടന്ന് ഇങ്ങനെ അസ്വസ്ഥതയൊക്കെ കാണിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോകാഞ്ഞത്. അങ്ങനെ നമ്മൾ നേരെ കാറിൽ കയറിയിട്ട് ഇനി ആദ്യം ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളെന്തിനാ വീഡിയോയിൽ വരുന്നത്? നിങ്ങൾ വീഡിയോയിൽ വരണ്ട. അവസാനം വണ്ടി മൂവ് ചെയ്യാൻ നേരത്തെ നന്നായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ആ വളവ് തിരിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കരച്ചിലൊക്കെ മാറിയെന്ന് അമ്മ പറഞ്ഞു. ക്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രവീണ. അതുകൊണ്ട് നല്ല പോലെ ഇരുന്ന് കളിക്കുകയായിരുന്നു അവൻ. ഇന്ന് ട്യൂഷന് പോലും പോയിട്ടില്ല. നമ്മളെ ഇറങ്ങി 5:11 ഇറങ്ങി അല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യം ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊട്ടിയം ലുലുവിലോട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇച്ച പോലും ഇല്ല, അത്രയും ഒഴിഞ്ഞ് തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. സീച്ചേട്ടനാണെങ്കിൽ പാർക്കിങ്ങിൽ കിടക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടൻ വരുന്നില്ല, നിങ്ങൾ പോയി വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ കുറേ ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ട് അവസാനം നമ്മൾ വന്നെത്തിയത് ഈ ഒരു വാക്വം ക്ലീനറിലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തത്. റാപ്പ് ചെയ്യാൻ പോയിട്ട് ചേട്ടന്മാരോട് നിന്ന് കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് വലിയതായതുകൊണ്ട് എല്ലായിടത്തും കവർ ചെയ്ത് എടുക്കുകയാണ്. മുമ്പേ ഞാനിങ്ങനെ കളിച്ചോണ്ട് നിന്നു, എൻ്റെ കാലിൽ രണ്ട് ഭാഗത്തോട്ടായി പോയി. നമ്മളെ തിരിച്ചിറങ്ങാണ്. നമ്മള് 5 മണിക്ക് ചിരിച്ചിരിച്ച് വയ്യ. നമ്മൾ 5:11 കൊട്ടിയത്ത് മാളിൽ ചെന്നയാ. പക്ഷെ ആ ചേച്ചി ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ 45 മിനിറ്റോളം എടുത്തു. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോ ലോകത്തില്ലാത്ത ട്രാഫിക്. അങ്ങനെ നമ്മൾ ഇനി ഒരു 8 മിനിറ്റിനുള്ളിൽ എത്തും അല്ലേ? 8. അതെ, നെറിന് അവിടുന്ന് കുറച്ച് ഒരു ബ്രേക്ക് പിടിക്കും, ഇവിടെ വന്നിരിക്കും. ചേട്ടാ സുഖല്ലേ? എന്നിട്ട് തിരിച്ചു പോകും. ഇപ്പൊ കണ്ടോ സന്യാസി ഇരിക്കും. വേണ്ട മോളെ, ഓട്ടോമാറ്റിക്കാ. അല്ലല്ല സന്യാസി ഇരിക്കുന്ന കുട്ടി ധ്യാനിക്കുണ്ണി കണ്ടടാ. ശരിയാ. ഓക്കെ. അയ്യോ ടീച്ചേട്ടന് വഴിയപ്പോഴല്ലേ കണ്ടേ? വഴിയപ്പോഴല്ലേ കണ്ടേ? ശ്രദ്ധിച്ചില്ല വളവ്. അങ്ങനെ നമ്മള് 8 മണി ആയപ്പോഴത്തേന് ഗംഗയുടെ വീട്ടിൽ ചെന്നു. അങ്ങനെ കുറേ നേരം വീടും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അസ്വി ചേച്ചി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിന് ഞാൻ എടുത്തത് ഇതാ ബീഫ്, അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. കൊച്ചു കള്ള തട്ടുക പ്ലേറ്റ് നിറയെ സാധനങ്ങളാണ്. നമുക്ക് ഓരോന്നോരോന്ന് വാങ്ങിച്ചുകൂടെടാ ശ്രീചേട്ടാ? ഫുഡ് കൊള്ളാവോ? അല്ല വിളിച്ച് മൊത്തം അച്ചാറ് പറഞ്ഞില്ല. അച്ചാറ് മൊത്തം ഇവിടെ പ്ലേറ്റിലുണ്ട്. കൊള്ളാമോ? ഫുഡ് പറയാൻ ഒരു രക്ഷയില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറുകളൊക്കെ ആയിരുന്നു നെറിൻ കൂടുതൽ എടുത്തത്. ഞാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബീഫും പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ എടുത്തു. അങ്ങനെ ഒരുപാട് ചിരിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പൊന്നല്ലേ അമ്മയുടെ ചക്കരയല്ലേ, അമ്മയുടെ മുത്തല്ലേ. നീ കൂടുതൽ കാണിക്കണ്ട. എന്നെ സീച്ചേട്ടനും ഇതിലും കൂടുതൽ കാണും. പോയി നോക്കി. നമ്മൾ ഇറങ്ങുകയാണ് തിരിച്ച്. എത്ര മണിയായി? 9:40 നമ്മൾ തിരിച്ചിറങ്ങാം. വീണ മോനോട് സംസാരിക്കുക കേട്ടോ. മീൻകാര് ഞങ്ങളുടെ ഫേവറേറ്റ് പാട്ടാണ്. പാടാനിരിക്കുക. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഫുൾ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ചീച്ചേട്ടനുള്ള സർപ്രൈസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് ബഹളവും കളിയും ചിരിയൊക്കെ ആയിരുന്നു.
അങ്ങനെ ബാക്കി വന്ന പൂവിൽ ഞങ്ങളെല്ലാവരും കൂടെ കൊടുത്ത് ഡാൻസ് കളിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ റീലൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ എല്ലാം ഇട്ടേക്കാം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കേട്ടോ. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ ചുമ്മാ അപ്പം തന്നെ വെറുതെ പാട്ടിട്ടങ്ങ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ സന്തോഷമായത് അപ്പുക്കുട്ടനാണ് കേട്ടോ. അവനിങ്ങനെ പൂവിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ പരിപാടികളും കളിയും ചിരിയും എല്ലാം കഴിഞ്ഞപ്പോൾ അനന്തു എനിക്കൊരു പൊതിയും കൊണ്ട് വന്നു കേട്ടോ. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതായി ഒരു വാച്ചായിരുന്നു. പിന്നെ വേറൊരു പൊതിയിൽ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ 1 മില്യൺ ആയതിൻ്റെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ സമ്മാനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ഐ ലവ് യു ചക്കരമുത്തേ, ചക്കരക്കുട്ടി. ഐ ലവ് യു സോ മച്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. എന്തായാലും ഉള്ളതുപോലെ ഭയങ്കര സന്തോഷത്തിൽ നിർത്തുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു.